ഇളം പ്രായത്തിൽ ജീവൻ പൊലിഞ്ഞ കാടിന്റെ പൊന്നോമനകൾക്ക് വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ഊരിലെ ആദിവാസി സമൂഹം യാത്രാമൊഴി ചൊല്ലി. കാടർ വിഭാഗക്കാർ താമസിക്കുന്ന ശാസ്താംപൂവം കോളനിയിലെ പരേതനായ രാജശേഖരന്റെ മകൻ അരുൺ, പരേതനായ സുബ്രന്റെ മകൻ സജിക്കുട്ടൻ എന്നിവർക്കാണ് കോളനിയിലുള്ളവർ കണ്ണീരോടെ വിടചൊല്ലിയത്. കോളനിക്ക് സമീപത്തെ വനത്തിൽ ശനിയാഴ്ചയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച ഉച്ചയോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹങ്ങൾ ഉച്ചകഴിഞ്ഞ് 3:30 വെള്ളിക്കുളങ്ങരയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ വനത്തിലുള്ള ശാസ്താംപൂവം കോളനിയിലെത്തിച്ചു. മൃതദേഹങ്ങൾ പുറത്തിറക്കിയപ്പോൾ ബന്ധുക്കളും കണ്ടുനിന്നവരും ദുഃഖം സഹിക്കാനാകാതെ വിതുമ്പി. കോളനി വക ശ്മശാനത്തിനു മുന്നിൽ മരണാനന്തര ചടങ്ങുകൾക്കായി കിടത്തിയ മൃതദേഹങ്ങൾക്ക് മുൻപിൽ സർക്കാരിന് വേണ്ടി റവന്യൂ മന്ത്രി കെ രാജൻ റീത്ത് സമർപ്പിച്ചു. കെ രാമചന്ദ്രൻ എം.എൽ.എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം.ആർ. രഞ്ജിത്ത്, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, മുൻ മന്ത്രിയും തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുമായ വി.എസ്. സുനിൽകുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവരും അകാലത്തിൽ പൊലിഞ്ഞ കുട്ടികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി കോളനിയിൽ എത്തിയിരുന്നു. വനംവകുപ്പ്, ആനപ്പാന്തം വനസംരക്ഷണ സമിതി, അരുൺ പഠിച്ചിരുന്ന വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് യു.പി. സ്കൂൾ എന്നിവയ്ക്ക് വേണ്ടിയും റീത്തുകൾ സമർപ്പിച്ചു. ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന മരണാനന്തര ക്രിയകൾക്ക് ശേഷം ബന്ധുക്കളുടെ നേതൃത്വത്തിൽ മൃതദേഹങ്ങൾ ശ്മശാനത്തിൽ സംസ്കരിച്ചു. തൃശൂർ റൂറൽ എസ്.പി. നവനീത് ശർമ്മ, ചാലക്കുടി ഡിവൈഎസ്പി അശോക്, വെള്ളിക്കുളങ്ങര എസ്.ഐ. എം. അഫ്സൽ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരും എത്തിയിരുന്നു. TCV കൊടകര.